ഹലോ. ഹായ്. ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ ക്രാഷ് കോഴ്സാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്കറിയാം, മൂന്നാമത്തെ രണ്ടാമത്തെ ബ്ലോക്കിൽ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബ്സൈറ്റ് പ്ലാനിംഗ് ആണ്. രണ്ടാമത്തെ യൂണിറ്റ് എന്നുള്ളത് വെബ്സൈറ്റ് അനലൈസിസ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം പറയാനുള്ളത് വെബ്സൈറ്റ് പ്ലാനിംഗ് ആണ്. ഇതിൽ ഈ ഒരു ബ്ലോക്കിൽ വെബ്സൈറ്റ് അനലിസിസിനെക്കാട്ടിലും ഒന്നുകൂടി ഇമ്പോർട്ടൻ്റ് ഉള്ളത് വെബ്സൈറ്റ് പ്ലാനിംഗ് ആണ്. കാരണം വെബ്സൈറ്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഭാഗമാണ് വെബ്സൈറ്റ് പ്ലാനിംഗ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഒന്ന് ക്വിക്കായിട്ട് നോക്കാം ഏതൊക്കെയാണ് പറയുന്നുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കൂടുതലായിട്ട് ഇതിൽ കണ്ടന്റ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് വെബ്സൈറ്റ് എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഏത് രീതിയിലും ചോദിക്കാം, വൺ വേർഡ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് കൂടുതൽ എഴുതാനുള്ള രൂപത്തിലേക്കായിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ എന്താണ് വെബ്സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെബ്സൈറ്റ് എന്ന ഒരു ഓൺലൈൻ സ്പേസ് ആണ്. ആ സ്പേസിലൂടെ ആളുകൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു. അതേപോലെ തന്നെ അത് വർക്ക് ചെയ്യുന്നത് ഏതാണ്, ഇന്റർനെറ്റിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് നമുക്കറിയാവുന്ന എന്തും ഒരു വെബ്സൈറ്റിനെ കുറിച്ച് നമുക്ക് എഴുതാവുന്ന എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങൾ കുറെ എഴുതാൻ പറ്റും. അതിൽ എന്തൊക്കെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് എന്ന് എഴുതാൻ പറ്റും. അപ്പൊ എന്താണ് ഒരു വെബ്സൈറ്റിന്റെ പർപ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ പറയുന്നത് പോലെ ഷെയറിങ് നോളജ്, ഒരു വിവരം കൈമാറുക, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വിൽക്കുക, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻസ്, ഫെസിലിറ്റേറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ പോലുള്ളതിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു. അതൊക്കെ അതിന് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. അപ്പൊ നമുക്ക് എന്താണ് ഒരു വെബ്സൈറ്റ് എന്ന് വലിയ അളവ് ചോദിച്ചു കഴിഞ്ഞാലും, വലിയ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും, അതേപോലെ തന്നെ ഒരു വൺ വേർഡ് ചോദിച്ചാലും കൃത്യമായിട്ട് നമ്മളേതായ രീതിയിൽ നമുക്ക് ഉത്തരം എഴുതാൻ കഴിയും. പിന്നെ ഉള്ളത് രണ്ട് തരം വെബ്സൈറ്റുകൾ ഏതൊക്കെയാന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാറ്റിക് വെബ്സൈറ്റ്, ഡൈനാമിക് വെബ്സൈറ്റ്. ഇത് ഷോർട്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയി ചോദിക്കാവുന്ന ചോദ്യമാണ്. അപ്പോൾ ഇതിൽ സ്റ്റാറ്റിക് വെബ്സൈറ്റ് പറയുന്നത് എന്താണ്, സിമ്പിൾ ആയിരിക്കും, ഫിക്സ്ഡ് കണ്ടന്റ് ആയിരിക്കും. അതായത് ഒരു ബിസിനസ് കാർഡ് പോലെ ഒരു ഷോ കേസ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ പോർട്ട്ഫോളിയോസ് ഒക്കെ. അതായത് ഒരു ഫിക്സ്ഡ് കണ്ടന്റ് ആയിരിക്കും, വളരെ മിനിമൽ ആയിട്ടുള്ള കണ്ടന്റുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഡൈനാമിക് വെബ്സൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇന്ററാക്റ്റീവ് ആയിരിക്കും, ആളുകൾ അങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ പല ആളുകൾക്കും പല രീതിയിലായിരിക്കും കണ്ടന്റ് കാണാൻ കഴിയുക. ഇപ്പൊ എനിക്ക് കാണാവുന്നതും നിങ്ങൾക്ക് കാണാവുന്ന കണ്ടന്റും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. അതാണ് ഒരു രണ്ട് സ്റ്റാറ്റിക് വെബ്സൈറ്റും ഡൈനാമിക് വെബ്സൈറ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമുക്ക് ഡൈനാമിക് വെബ്സൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന സാധനം സോഷ്യൽ മീഡിയ വെബ്സൈറ്റ് ആയി വേണമെങ്കിൽ എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ സർക്കാരിന്റെ ഏതെങ്കിലും വെബ്സൈറ്റുകൾ എടുക്കാവുന്നതാണ്. സ്റ്റാറ്റിക് വെബ്സൈറ്റ് ആയിട്ട് എടുക്കാവുന്ന ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോർട്ട്ഫോളിയോ രൂപത്തിലേക്കുള്ള ഒരു ഗ്രാഫിക് ഡിസൈനറുടെ പോർട്ട്ഫോളിയോ, അല്ലെങ്കിൽ ബിസിനസ് കമ്പനിയുടെ പോർട്ട്ഫോളിയോ ഒക്കെ എന്താണ്, ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് ആണ്. അപ്പൊ നമുക്ക് ഡിഫറൻറ്റ് എന്തൊക്കെയെന്നാണ് എഴുതാൻ വരിക. അപ്പോൾ സിമ്പിൾ ആണ്, ഫിക്സ്ഡ് കണ്ടന്റ് ആണ്. നേരെ ഓപ്പോസിറ്റ് എന്താണ്, കോംപ്ലിക്കേറ്റീവ് ആയ കണ്ടന്റ് ആണ്, വളരെ ഇന്ററാക്റ്റീവ് ആണ്, ഫിക്സ്ഡ് കണ്ടന്റ് അല്ല. അപ്പൊ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ചെയ്താൻ പറ്റും. പിന്നെ ഉള്ളത് ടൈപ്പ് ഓഫ് വെബ്സൈറ്റ് ആണ്. ഈ ഒരു ഒരു യൂണിറ്റിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു പോർഷൻ ആണിത്, ടൈപ്പ് ഓഫ് വെബ്സൈറ്റ് എന്നുള്ളത്. കാരണം വളരെ ഈസിയാണ്, നമുക്കിങ്ങനെ ഗസ് ചെയ്ത് നമ്മുടെ ഒരു ചിന്തയിൽ നിന്ന് മാത്രം എടുത്ത് എഴുതാവുന്ന ഒരു സാധനമാണ് ഈ ടൈപ്പ് ഓഫ് വെബ്സൈറ്റ് എന്നുള്ളത്. അപ്പോൾ ഏതൊക്കെ വെബ്സൈറ്റ് ആണെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. അപ്പൊ നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ട്, ഇപ്പൊ എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കാന്നുണ്ടെങ്കിൽ എത്ര വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, എക്സ്ട്രാ ഗ്രേറ്റ് ചെയ്ത് എഴുതാവുന്നതാണ്, അത് തള്ളാവുന്നതാണ് എന്നുള്ള രീതിയിൽ പറയാം. പിന്നെ ടൈപ്പ് ഓഫ് വെബ്സൈറ്റ് ഏതൊക്കെയാണ്, ഒന്ന് പേഴ്സണൽ വെബ്സൈറ്റ്. അപ്പൊ നമ്മളെ പാടത്ത് കാണിച്ചിരുന്നു റൊണാൾഡോയുടെ വെബ്സൈറ്റ്. അപ്പോൾ പേഴ്സണൽ ഇൻഫർമേഷൻ ആയാലും പോർട്ട്ഫോളിയോ ആയാലും ആ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ ബ്രാൻഡിങ് ചെയ്യുക, അതേപോലെ തന്നെ നമ്മുടെ അച്ചീവ്മെന്റ്, സ്കിൽസ്, കാര്യങ്ങളൊക്കെ അതിൽ ഷോക്കേസ് ചെയ്യുക. റൊണാൾഡോയുടെ ഒരു വെബ്സൈറ്റ് ആയിരുന്നു നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉള്ള വെബ്സൈറ്റ് ആണ് ബ്ലോഗ് വെബ്സൈറ്റ് എന്നുള്ളത്. ബ്ലോഗ് വെബ്സൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെഗുലർ ആയിട്ട് ഒരു പോസ്റ്റ് ചെയ്യുന്ന ഒരു തരം വെബ്സൈറ്റുകൾ. അത് നമ്മൾ ട്രാവൽ ബ്ലോഗുകൾ കണ്ടിട്ടില്ലേ, നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത്. അതേപോലെ തന്നെ പല എഴുത്തുകൾ, കുത്തിവര എന്നുള്ളത് പോലുള്ള ബ്ലോഗുകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ നമ്മളെ ഐഡിയകളും നമ്മളെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന, റെഗുലറായിട്ട് ആളുകൾ എന്ത് ചെയ്യുന്ന, പോസ്റ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകളാണ് ബ്ലോഗ് വെബ്സൈറ്റുകൾ. പിന്നെ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളാണ്. ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള. അപ്പൊ നമുക്ക് എത്ര വേണമെങ്കിലും അത് എക്സ്ട്രാഗ്രേറ്റ് ചെയ്ത് എഴുതാം. എന്തിനാണ് ആളുകൾ ഉപയോഗിക്കുന്നത്, ആളുകൾക്ക് അതുകൊണ്ട് എന്തൊക്കെ ഉപകാരമുണ്ട്, ആളുകൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിന്റെ പ്രത്യേകതകൾ എങ്ങനെയൊക്കെയാണ്, അതായത് ആളുകൾ കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു,
എന്നുള്ള രൂപത്തിലൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. പിന്നെ സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇന്ററാക്ഷൻസ് അതേപോലെ തന്നെ മാർക്കറ്റിങ്ങിനും വേണ്ടിയിട്ട് എന്തിട്ട് സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റുകളാണ്. പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റിക് വെബ്സൈറ്റ് എന്താന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് ഡിസൈനേഴ്സും ഫ്രീലാൻസേഴ്സും ആർട്ടിസ്റ്റുകളൊക്കെ എന്ത് ചെയ്യണം, അവരുടെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യാവുന്ന ഒരു വെബ്സൈറ്റുകളാണ് പോർട്ട്ഫോളിയോ വെബ്സൈറ്റുകൾ. പിന്നെ ന്യൂസ് വെബ്സൈറ്റുകൾ, അതായത് സ്പോട്ടിൽ ഇങ്ങനെ ന്യൂസുകൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കറന്റ് ഇവന്റിനെ കുറിച്ചുമുള്ള ആർട്ടിക്കിളും അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് കൊടുക്കുന്ന വെബ്സൈറ്റുകളാണ് ന്യൂസ് വെബ്സൈറ്റുകൾ. ആ ഉദാഹരണമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ നോൺ പ്രോഫിറ്റ് വെബ്സൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ NGOകൾ പോലുള്ള ടീമുകളുടെ വെബ്സൈറ്റുകളാണ്. അത് ഏതെങ്കിലും ഒരു പ്രശ്നത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവബോധം ആളുകൾക്ക് നൽകാനുണ്ടെന്നുണ്ടെങ്കിൽ അത് 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 ആ ഒരു പ്രശ്നം അത് അഡ്രസ്സ് ചെയ്യുക, അതേപോലെ തന്നെ ഫണ്ട് റേസിങ്, ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുക. ഉദാഹരണത്തിന് NGO ചാരിറ്റി പേജ് പോലുള്ളതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. പിന്നെ വരുന്നത് കോർപ്പറേറ്റ് വെബ്സൈറ്റുകളാണ്. കോർപ്പറേറ്റ് വെബ്സൈറ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ആയിട്ടുള്ള കമ്പനികൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കോർപ്പറേറ്റ് വെബ്സൈറ്റുകൾ. അതിൽ അവരുടെ പ്രൊഡക്റ്റിന്റെ ഇൻഫർമേഷൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ നെക്കിന്റെ അല്ലെങ്കിൽ ആപ്പിളിന്റെ ഒക്കെ അവരുടെ സൈറ്റിൽ കയറി നമ്മളെന്താ കാണാൻ കഴിയുക, അതൊക്കെയാണ്. അതായത് അവരുടെ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും, അതിന്റെ വില കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഉണ്ടാവും, ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻസ് ഉണ്ടാവും. അപ്പൊ അവരുടെ ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് കോർപ്പറേറ്റ് വെബ്സൈറ്റ് എന്നുള്ളത്. പിന്നെ വരുന്നത് ഗവൺമെന്റ് വെബ്സൈറ്റുകളാണ്. ഗവൺമെന്റ് വെബ്സൈറ്റുകൾ ആരാണ് റൺ ചെയ്യുന്നത്? ഗവൺമെന്റ് എന്റിറ്റികളാണ്. ഗവൺമെന്റ് എന്റിറ്റികൾ തന്നെ റൺ ചെയ്യുന്ന വെബ്സൈറ്റുകളാണ് ഗവൺമെന്റ് വെബ്സൈറ്റുകൾ. അതിലൂടെ ആളുകൾക്ക് പബ്ലിക് സർവീസുകളായാലും അതേപോലെ തന്നെ ആളുകൾക്കുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നത് ഈ ഗവൺമെന്റ് വെബ്സൈറ്റുകളിലൂടെയാണ്. അപ്പോൾ പിന്നെ എഡ്യൂക്കേഷൻ വെബ്സൈറ്റുകൾ, അതായത് നമുക്ക് പഠിക്കാനും ഉള്ള റിസോഴ്സുകൾ കിട്ടുന്നതും അക്കാഡമിക് ആർട്ടിക്കിളുകൾ, റിസർച്ച് പേപ്പറുകളൊക്കെ ലഭ്യമാകുന്ന ധാരാളം എഡ്യൂക്കേഷൻ വെബ്സൈറ്റുകൾ ഉണ്ട്. കുർസേര, അതേപോലെ തന്നെ ഹാർവാർഡ്, കാംബ്രിഡ്ജ്, നമുക്ക് എന്തും എഴുതാം. അതായത് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പോലും അത് എഡ്യൂക്കേഷൻ വെബ്സൈറ്റ് ആണ്. അപ്പോ ഇതാണ് ഈ ഒരു ടൈപ്പ് ഓഫ് വെബ്സൈറ്റ് എന്നുള്ളത്. അത് ഈ ഒരു ഭാഗം നിങ്ങൾ തരും ഓർത്ത് വെക്കുന്നത് നന്നാവും. കൂടുതലായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണത്. പിന്നെ ഉള്ളത് ബേസിക് ഓഫ് വെബ് ഡിസൈൻ ആണ്. ഒന്നുകൂടി ഈ ഒരു ബ്ലോക്കിൽ ഈ യൂണിറ്റിൽ ഒന്നുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്ക് വിഷ്വൽ ചെയ്യണം, എന്നാലും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഓർമ്മിക്കാൻ കിട്ടുള്ളൂ ഈ ഒരു ടെക്നിക്കൽ വേർഡുകൾ. അപ്പോൾ നിങ്ങളൊരു വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും കാണുന്നുണ്ടാകുക? അപ്പോൾ വെബ്സൈറ്റിലേക്ക് നമുക്ക് എന്താ വേണ്ടത്? നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് കിട്ടണം, വിഷ്വലി നല്ലൊരു ക്ലാരിറ്റി കിട്ടണം, നമുക്കതിൽ കൃത്യമായിട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റണം. കൃത്യമായി നാവിഗേറ്റ് ചെയ്യാന്ന് കഴിഞ്ഞാൽ ഓരോ സ്വിച്ചിലൂടെ ഇങ്ങനെ മെനു ബട്ടണിലായാലും ആ ഒരു ബട്ടണിലൂടെ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയണം. അതാണ്. അപ്പൊ ഇതിന്റെ ഒരു ബേസിക് എന്താണെന്നുള്ളത്, ഒന്നാമത്തെ ലേ ഔട്ടാണ്. അത് കണ്ടന്റ് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് നല്ലൊരു ലേ ഔട്ട് ഇതിനുണ്ടായിരിക്കണം. നല്ലൊരു അറ്റൻഷൻ കിട്ടുന്ന, അതേപോലെ തന്നെ ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ലേ ഔട്ടിലായിരിക്കണം ആ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ഉണ്ടാകേണ്ടത്, അല്ലേ? നിങ്ങൾ ഒരു വെബ്സൈറ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. പിന്നെ നമുക്കത് നാവിഗേഷൻ ചെയ്യാൻ പറ്റണം, മെനൂസ്, അതേപോലെ തന്നെ ബട്ടൺസ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ നാവിഗേറ്റ് ചെയ്തു പോകാൻ പറ്റുന്ന ലിങ്കുകൾ. അപ്പൊ അതിങ്ങനെ ആ പേജിലൂടെ നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്നതാണ് നാവിഗേഷൻസ്. അപ്പൊ ലേഔട്ട്, നാവിഗേഷൻസ്. പിന്നെ ടൈപ്പോഗ്രഫി, നല്ല ടെക്സ്റ്റുകൾ. അപ്പൊ നല്ല ടെക്സ്റ്റുകൾ പറഞ്ഞ പുറത്തേക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട അത്യാവശ്യമുള്ള കാര്യങ്ങൾ നല്ല വലുപ്പത്തിലും അതേപോലെ തന്നെ മറ്റേതൊക്കെ കുറച്ച് ചെറുതാക്കിയിട്ടൊക്കെ കൊടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ ഒരു റീഡബിലിറ്റി കൃത്യമായ രൂപത്തിലേക്കാക്കുക. അതേപോലെ തന്നെ ബ്രാൻഡിന്റെ ഒരു കളേഴ്സ് യൂസ് ചെയ്യുക, അങ്ങനെ കാര്യങ്ങളൊക്കെ അതിൽ വരണം എന്നുള്ളതാണ്. പിന്നെ ഇമേജുകളാണ്. ഇമേജുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തെ എഴുതി ഡിസ്ക്രൈബ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് അതിൻ്റെ ഒരു ഇമേജ് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഒരു വിഷ്വലി അപ്പീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടും നല്ല ഇതുപോലുള്ള വീഡിയോകളായിട്ടോ അല്ലെങ്കിൽ ഇമേജുകളായിട്ടോ എന്ത് ചെയ്യാവുന്നതാണ്, ഇതുപോലുള്ള നമ്മുടെ വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, കാര്യങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നല്ല എൻഗേജ്മെന്റ് യൂസറെ സംബന്ധിച്ചിടത്തോളം കിട്ടും എന്നുള്ളതാണ്. പിന്നെ വരുന്നത് വിഷ്വൽ എലമെന്റ് ആണ്. അതായത് ലൈൻസ്, അതേപോലെ തന്നെ ടെക്സ്റ്റേഴ്സ്, കളേഴ്സ്, ഐക്കൺസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നല്ലൊരു വിഷ്വൽ എലമെന്റായി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് വന്നത് ലേ ഔട്ട്, നാവിഗേഷൻസ്, ടൈപ്പോഗ്രഫി, ഇമേജ്, വിഷ്വൽ എലമെന്റ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇത് എന്താണ് ടൈപ്പോഗ്രഫി എന്ന് ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയണം. അപ്പോൾ അത് വൺ വേർഡ് ആയിട്ടും അല്ലാന്നുണ്ടെങ്കിൽ
എസ് ഐ രൂപത്തിലേക്കുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കപ്പെടാവുന്നതാണ്. പിന്നെ ടെക്നിക്സ് ടു ഇംപ്രൂവ് വെബ്സൈറ്റ് സ്പീഡ്. അത് ഞാൻ കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കണം എന്ന് പറയുന്നില്ല, കാരണം അത് ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാനുള്ള ചാൻസ് എന്നുള്ളത് ഇതിലേതെങ്കിലും ടെക്നിക്കുകൾ, ഒന്നോ രണ്ടോ ടെക്നിക്കുകൾ പറയാന്നുള്ളതാണ്. അപ്പൊ ഞാനൊരു 3 ടെക്നിക്കുകൾ, നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും സുഖമുള്ള 3 ടെക്നിക്കുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഒന്ന്, എനേബിൾ ബ്രൗസർ കാച്ചിങ് എന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ മൊബൈലിൽ ചിലപ്പോൾ ഒരു സൈറ്റുകൾ പെട്ടെന്ന് എന്ത് ചെയ്യും, നല്ല സ്പീഡ് ഉണ്ടാവും. അതിനുള്ള കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ മുമ്പ് അത് ലോഗിൻ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ആ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത സമയത്ത് നിങ്ങളുടെ ബ്രൗസർ ഡാറ്റ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ സൈറ്റിന്റെ ഫയൽസ് ഒക്കെ. അപ്പൊ അത് നമ്മുടെ ഫോണിൽ ഓൾറെഡി ഉണ്ടാകും. അത് എന്ത് ചെയ്യാണ്, പെട്ടെന്ന് നമുക്ക് ആ ഒരു സെർവറിലേക്ക് പോകാതെ നമുക്ക് കൃത്യമായിട്ട് അത് യൂസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതാണ് ഈ എനേബിൾ ബ്രൗസർ കാച്ചിങ് എന്നുള്ളത്. അപ്പോൾ സ്റ്റോർസ് സൈറ്റ് ഫയൽസ് ലോക്കലി ഫോർ ഫാസ്റ്റർ ആക്സസ്. പെട്ടെന്ന് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് സൈറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യുക, ഫയൽസ് ഒക്കെ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് എനേബിൾ ബ്രൗസർ കാച്ചിങ് എന്ന് പറയുന്നത്. പിന്നെ ലേസി ലോഡിങ്, ഇംപ്ലിമെന്റ് ലേസി ലോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ഇമേജ് വീഡിയോസ് ഓൺലി വെൻ നീഡഡ്. അതായത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം എന്ത് ചെയ്താൽ മതി, വീഡിയോകളായാലും ഇമേജുകളായാലും എല്ലാം ഇങ്ങനെ ലോഡ് ചെയ്താൽ മതി. നമുക്ക് ആദ്യം കാണേണ്ട എന്താണ്, അത് ആദ്യം കാണിക്കുക. മറ്റേതൊക്കെ പിന്നെ പിന്നെ വില കാണിച്ചാൽ മതി. അതായത് നിങ്ങൾ യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത സമയത്തായിരിക്കും എല്ലാതും ലോഡ് ആയിക്കൊണ്ടിരിക്കുക, മനസ്സിലായില്ലേ? അതായത് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ തോറും പിന്നീട് ലോഡാകുക. അല്ലാതെ ഓൾറെഡി അത് എല്ലാതും അവിടെ ലോഡായി കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് എന്ത് ചെയ്യില്ല, ഡാറ്റ അതിന് താങ്ങൂല. അപ്പോൾ ലേസി ലോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത് കാണിക്കുക എന്നുള്ളതാണ്. പിന്നുള്ളത് ഒന്ന് മോണിറ്റർ ആൻഡ് ടെക്സ്റ്റ് പെർഫോമൻസ്. അതാണ് ഒരു ടെക്നിക്ക് ടു ഇംപ്രൂവ് വെബ്സൈറ്റ് സ്പീഡ്. എന്ത് പേജ് സ്പീഡ് പോലുള്ള സൈറ്റുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, നമ്മുടെ നമ്മളെ ഒരു വെബ്സൈറ്റിന്റെ സ്പീഡിനെ മെഷർ ചെയ്തിട്ട് അത് കൃത്യമായിട്ട് അതിന്റെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വരുന്ന ഒരു ഭാഗം എന്നുള്ളത് ടൂൾസ് ആണ്. അതായത് വെബ്സൈറ്റ് സ്പീഡ് മെഷർ ചെയ്യാൻ പറ്റുന്ന ടൂൾസുകൾ ഏതൊക്കെയാന്നുള്ളതാണ്. നിങ്ങൾ എന്ത് എന്ത് ഇപ്പൊ ഇനി SEO പറയാൻ പോകുന്നുണ്ട്, അതിലൊക്കെ എന്നുണ്ടെങ്കിലും ടൂൾസുകൾ പറയുമ്പോൾ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൂൾ എങ്ങനെയാലും ഉണ്ടാകും. അപ്പോൾ ഇതിൽ പറയുന്നതാണ് ഗൂഗിൾ പേജ് സ്പീഡ് ഇൻസൈറ്റ്സ് എന്നാണ്. ഒരു ഗൂഗിളിൻ്റെതായിട്ടുള്ള ഒരു എന്താണ്, ഒരു ടൂളാണ്. അതുപോലെ തന്നെ വെബ് പേജ് ടെസ്റ്റ്, അത് സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. വെബ്സൈറ്റിന്റെ സ്പീഡിനെ കണക്ട് ചെയ്ത് വരുന്ന വാക്കുകൾ തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ കൂടി സുഖമായിരിക്കും. അപ്പോൾ ഒന്ന് ഗൂഗിൾ പേജ് സ്പീഡ് ഇൻസൈറ്റ്, അതേപോലെ തന്നെ വെബ് പേജ് ടെസ്റ്റ് എന്നുള്ള 2 ടൂളുകൾ. അത് ഏതൊക്കെ ടൂളുകൾ പേര് പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താവുന്നതാണ്, സിമ്പിൾ ആയിട്ട് എഴുതാവുന്നതാണ്. അതായത് ഗൂഗിളിന്റെ കീവേഡുകൾ, കാര്യങ്ങൾ മെഷർ ചെയ്യാനും അതേപോലെ തന്നെ അതിന്റെ സ്പീഡ് മെഷർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ കോമ്പറ്റീറ്റേഴ്സിന്റെ ഒപ്പം നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനെ കൊണ്ടുവരാനും അത് വിഷ്വലി നല്ല അപ്പീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ അതിൽ എവിടെയാണ് നമുക്ക് പാളിച്ചകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താനുള്ള ഒരു സർവീസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതിൽ എഴുതാം. അത് ലോജിക്കലി നമുക്ക് അതിനെ കണക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വെബ് ഡിസൈൻ പ്ലാറ്റ്ഫോമുകളാണ്. വെബ് ഡിസൈൻ പ്ലാറ്റ്ഫോമിൽ കുറെ പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്. അതിൽ 2 എണ്ണം നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ഒന്ന് ഗൂഗിൾ സൈറ്റുകളാണ്, അതേപോലെ തന്നെ യോള എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, നമുക്ക് നല്ല ലേഔട്ടുകൾ തരുന്നു, അതേപോലെ തന്നെ ഇമേജുകൾ ആഡ് ചെയ്യാനുള്ള സൗകര്യം തരുന്നു. അതേപോലെ തന്നെ AI ഇന്റഗ്രേറ്റഡ് ആണ് അധിക വെബ്സൈറ്റ് പ്ലാറ്റ്ഫോമുകളും. അപ്പോൾ അതിൽ നമ്മളെ കണ്ടന്റുകൾ കാര്യങ്ങളൊക്കെ AI വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് സ്ട്രക്ചേർഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് അതിലേക്ക് വേണ്ട വിഷ്വൽ എലമെന്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ആഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് എല്ലാ വെബ്സൈറ്റുകളുടെ ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമുകളും ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ സൈറ്റ്, യോള, വിക്സ് പോലുള്ള ഇതൊക്കെ നിങ്ങൾക്ക് ഉദാഹരണങ്ങളായിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ അതൊന്ന് റിവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വെബ്സൈറ്റ് എന്നുള്ളത് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ സ്റ്റാറ്റിക് വെബ്സൈറ്റും ഡൈനാമിക് വെബ്സൈറ്റും എന്താ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് വെബ്സൈറ്റ്, അത് എന്തായാലും നിങ്ങൾ മനസ്സിലാക്കണം, ഓരോ വെബ്സൈറ്റുകളും. അപ്പോൾ അത്
എസ് ഐ കൊടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ ഒന്ന് ബേസിക് ഓഫ് വെബ്സൈറ്റ് ഏതൊക്കെയാണ് ഇതിന്റെ ബേസിക്സ് എന്നുള്ളത്, ലേഔട്ട്, നാവിഗേഷൻസ്, ടൈപ്പോഗ്രഫി, ഇമേജ്, വിഷ്വൽ എലമെന്റ്. പിന്നെ ടെക്നിക്കുകൾ എന്തൊക്കെയാന്നുള്ളത്, അതിന്റെ 3 ടെക്നിക്കുകൾ ഞാൻ പറഞ്ഞു തന്നു. ബാക്കിയുള്ള വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ആ 3 ടെക്നിക്കുകൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ അതേപോലെ തന്നെ ടൂൾസുകൾ ജസ്റ്റ് ഒന്ന് പേര് മാത്രം പഠിച്ചു വെക്കുക. ഞാൻ ഡീറ്റെയിൽ ആയി ചോദിക്കാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ലോജിക്ക് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇതാക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ട് അതേക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവുന്നതാണ്. ഇനി നമുക്ക് പറയാവുന്ന ഒരു ഭാഗം എന്നുള്ളത് വെബ്സൈറ്റ് അനാലിസിസ് ആണ്. അപ്പൊ ഞാൻ ഈ ഒരു ഭാഗത്ത് നിങ്ങളോട് പേഴ്സണലി പറയാണ്, നിങ്ങളുടെ ചോയ്സ് ആണ്. വെബ്സൈറ്റ് പ്ലാനിങ് ഒന്നും കൂടി പഠിച്ചു പോവുക. വെബ്സൈറ്റ് അനാലിസിസ് എന്നുള്ളത് കൂടുതൽ ടെക്നിക്കൽ വേർഡുകൾ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒന്നുകൂടി കുറച്ച് ഡിഫിക്കൽട്ട് ഉള്ള ഏരിയ ആണ്. അത് കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ട് ഉള്ള ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് പ്ലാനിങ് എന്നുള്ള ഒരു ഭാഗം എന്ത് ചെയ്യുക, കൂടുതൽ നോക്കി പോകുക എന്നുള്ളതാണ്. അപ്പോൾ വെബ്സൈറ്റ് അനാലിസിസ് എന്നുള്ള ഒരു പോർഷനിൽ നമ്മൾ എത്തുമ്പോൾ വെബ്സൈറ്റിൽ അനാലിസിസ് ടൂളുകൾ ഏതൊക്കെയാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ ടൂൾ വെബ്സൈറ്റിന്റെ സ്പീഡ് മെഷർ ചെയ്യാൻ പറ്റുന്ന ടൂളുകളാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്നുള്ള ഗൂഗിൾ പേജ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ പഠിച്ചു. അപ്പൊ ഇനി പറയുന്നത് ഗൂഗിൾ അനാലിസിസ് ആണ്. അപ്പോൾ ഗൂഗിൾ അനലിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഒരു വെബ്സൈറ്റ് അനലൈസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഉപകാരങ്ങൾ കിട്ടുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ഒന്നാമത്തെ ഉപകാരം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വെബ്സൈറ്റിനെ കുറിച്ചുള്ള അറിവുകൾ, എവിടെയാണ് നമ്മുടെ വീക്ക് പോയിന്റ് വരുന്നത്, എവിടെയാണ് നമുക്ക് സ്പീഡ് കുറയാനുള്ള കാരണം ഉണ്ടാക്കുന്നത്, എവിടെയാണ് കൂടുതൽ കസ്റ്റമേഴ്സിന് ബോർ ചെയ്യുന്നത്, എവിടെയാണ് തീരെ യൂസർ എക്സ്പീരിയൻസ് ഇല്ലാത്തത്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡീറ്റെയിൽസ് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കോമ്പറ്റീറ്റർ ഉണ്ടാവും. ആ കോമ്പറ്റീറ്റർ എന്തൊക്കെയാണ് സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാലേ നമുക്കും നമ്മുടെ ഗൂഗിൾ ഈ ഒരു വെബ്സൈറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ആ 2 കാര്യങ്ങൾ നമുക്ക് അവിടെ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റ് ട്രാഫിക്കുകൾ കൃത്യമായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. എത്ര ആളുകൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് കയറുന്നുണ്ട്, ഏതൊക്കെ സമയത്താണ് കയറുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ യൂസർ ബിഹേവിയർ ആളുകളുടെ മനസ്സിലാക്കാൻ സാധിക്കും. ആളുകൾ എവിടെ എത്തുമ്പോഴാണ് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഏത് പേജിലാണ് സ്പെൻഡ് ചെയ്യുന്നത്, അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഓഡിയൻസിന്റെ ഒരു ഡെമോഗ്രഫി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു ബിസിനസ് മെന്റാലിറ്റി എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഒരു വെബ്സൈറ്റ് അനാലിസിസ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലേ. അപ്പൊ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക്ക് വെച്ച് തന്നെ നല്ല രീതിയിൽ എഴുതാൻ പറ്റും. അപ്പോ ഗൂഗിൾ അനലിറ്റിക്സിന്റെ ഒരു പ്രത്യേകത പറയുന്നത് എന്താണ്, ഈ ഒരു വെബ്സൈറ്റ് ട്രാഫിക് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ യൂസർ ബിഹേവിയർ മനസ്സിലാക്കാൻ സാധിക്കും, ഡെമോഗ്രഫി കാര്യങ്ങൾ മനസ്സിലാക്കാം, അതേപോലെ തന്നെ കൺവേർഷൻസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ പറയുന്ന ഒരു ടൂള് GT മെട്രിക്സ് എന്ന് പറയുന്ന ഒന്നാണ്. അത് വെബ്സൈറ്റിന്റെ സ്പീഡും മനസ്സിലാക്കിയിട്ട് അതിൽ എന്താണ് മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ള ഒരു ടിപ്പുകൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ടൂളാണ് GT മെട്രിക്സ് എന്ന് പറയുന്നത്. പിന്നെ SEM റഷ് എന്നുള്ള ഒരു ഇത്, ICM റഷ് എന്നുള്ളത് നിങ്ങൾക്ക് SEOന്റെ പാഠം വരുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. അതായത് ഓൾ ഇൻ വൺ SEO ടൂളാണ്. അത് കീവേഡുകൾ, അതുപോലെ തന്നെ കീവേഡിലുള്ള ബാക്ക് ലിങ്കുകൾ, അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ടൂളാണ് SEM റഷ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു രണ്ടോ 3 ടൂളുകൾ നിങ്ങൾ കൃത്യമായിട്ടും എന്ത് ചെയ്യാൻ മനസ്സിലാക്കാം. കാരണം അനാലിസിസിന് ഫസ്റ്റ് ബേസിക് എന്നുള്ളത് അതിന്റെ ടൂളുകളാണ്. അപ്പൊ അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. പിന്നെ കോമ്പറ്റീറ്റീവ് റിസർച്ച് ആൻഡ് അനാലിസിസ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കത് കൂടുതലായിട്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് കൂടുതലായിട്ട് ഇതിൽ എഴുതി കാണിക്കുന്നില്ല. അപ്പോൾ എന്താണ് ഒരു കോമ്പറ്റീറ്റർ, നമുക്ക് ഞാൻ പറഞ്ഞു, നമ്മൾ ബിസിനസ് സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഒരു കോമ്പറ്റീറ്റർ ഉണ്ടാവും. അപ്പൊ ആ കോമ്പറ്റീറ്ററിനെ റിസർച്ച് ചെയ്യുക, അവൻ എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അവന്റെ സ്ട്രെങ്ത് എവിടെയാണ്, അവന്റെ വീക്ക്നെസ് എവിടെയാണ്, അത് മനസ്സിലാക്കിയിട്ട് അത് അനലിസിസ് ചെയ്തിട്ട് നമ്മുടെ ബിസിനസ് മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫൈൻഡിങ് ആൻഡ് സ്റ്റഡിങ് കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്, വീക്ക്നെസ് ആൻഡ് സ്ട്രാറ്റജീസ് ടു ഐഡന്റിഫൈ മാർക്കറ്റ് ട്രെൻഡ്, ഓഡിയൻസ് നീഡ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ടു ഇംപ്രൂവ് ആൻഡ് സ്റ്റാൻഡ് ഔട്ട്. അതായത് ആ ഒരു പ്രോസസ്സ് ഞാൻ എങ്ങനെയൊക്കെയാന്ന് കൃത്യമായിട്ട് ഇതിന്റെ എൻഡിങ്ങിൽ പറഞ്ഞു തരാം. അതായത് ഒരു അതിനൊരു പേസുകളുണ്ട്. അതായത് നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, പിന്നീട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അത് എൻഡിങ്ങിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇതിൽ പറയുന്നത് കീവേഡ് റിസർച്ച് അനാലിസിസ് ആണ് ഈ പറയാൻ പോകുന്ന ഭാഗം.
അതായത് കീവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് കീവേഡുകൾ എന്നുള്ളത്. അപ്പൊ ആളുകൾ എന്താണ് സെർച്ച് ചെയ്യുന്നത് അതും നമ്മുടെ വെബ്സൈറ്റിലുള്ള വാക്കുകളും തമ്മിൽ ബന്ധം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വെബ്സൈറ്റ് എന്ത് ചെയ്യുന്നത് അവരുടെ ഗൂഗിളിലായാലും ഇതിലായാലും സെർച്ച് എഞ്ചിനിൽ ഷോ ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ കീവേഡ് റിസർച്ച് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫൈൻഡിങ് ദ വേർഡ്സ് പീപ്പിൾ യൂസ് ഇൻ സെർച്ച് എഞ്ചിൻ ടു ലൊക്കേറ്റ് പ്രൊഡക്റ്റ്, സർവീസസ് ഓർ ഇൻഫർമേഷൻ. ആളുകൾ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർവീസിന് അല്ലെങ്കിൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിങ്, യാഹു, ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനുകളിലെ ആളുകൾ ഏത് വേർഡാണോ സെർച്ച് ചെയ്യുന്നത് അത് കണ്ടെത്തുക എന്നുള്ളതാണ് കീവേഡ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ അത് കണ്ടെത്തിയിട്ട് നമ്മുടെ ഓഡിയൻസ് ആരാണ്, അവരെന്താണ് എന്ത് ചെയ്യുക, ഏതൊക്കെ വാക്കുകളാണ് സെർച്ച് ചെയ്യാൻ സാധ്യത, അതൊക്കെ മനസ്സിലാക്കിയിട്ട് യൂസറിന്റെ, അതായത് യൂസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്ന ആളുകളുടെ ഉദ്ദേശം മനസ്സിലാക്കുക, അവർ ഏത് രീതിയിലായിരിക്കും അവർ സെർച്ച് ചെയ്യാന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതുപോലുള്ള വാക്കുകൾ, അവർ സെർച്ച് ചെയ്യുന്ന വാക്കുകൾ നമ്മുടെ വെബ്സൈറ്റുകളിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി പറയാവുന്നത് ഇതിലൊന്നുകൂടി ഈസി ആയിട്ടുള്ള ഭാഗമാണ്, ഒന്നുകൂടി നമുക്ക് പഠിക്കാൻ ഈസി ആയിട്ടുള്ള ഭാഗമാണ് ടൈപ്പ് ഓഫ് കീവേഡുകൾ എന്നുള്ളത്. ഇനി പറയാവുന്ന ഈ ഒരു ഭാഗം, നാലാമത്തെ പോയിന്റ്, ടൈപ്പ് ഓഫ് കീവേഡുകളിൽ സീഡ് കീവേഡ് എന്നുള്ള ഒന്നാണ്. അതായത് സീഡ് കീവേഡ് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഒരു കീവേഡ് എന്നുള്ളതാണ്. ഇപ്പൊ ഞാനൊരു ഫിറ്റ്നസിന്റെ ഒരു ജിമ്മാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ സീഡ് കീവേഡ് പറയുന്നത് എന്താണ്, അവിടെ ഫിറ്റ്നസ് ആണ് അല്ലെങ്കിൽ ജിം എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഇപ്പൊ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവിടെ ബേസിക് സീഡ് കീവേഡ് എന്നാണ് കൺസ്ട്രക്ഷൻ കമ്പനി എന്നുള്ളതാണ്. ഇപ്പൊ ഞാനൊരു മാർക്കറ്റിംഗ് ഏജൻസി ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ഏജൻസി എന്നുള്ളതാണ് അവിടെ സീഡ് കീവേഡ് എന്നുള്ളത്. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒന്നാണ് സീഡ് കീവേഡ് എന്നുള്ളത്. ഇതൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതൊന്ന് നോക്കി പോവാം. സീഡ് കീവേഡ് എന്നുള്ളത്. പിന്നെ ഷോർട്ട് ടൈൽ കീവേഡ് എന്താണ്, ലോങ് ടൈൽ കീവേഡ് എന്താണ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് ഡിഫറൻറ്റേജ് ചെയ്യാൻ എന്ന രൂപത്തിലേക്കുള്ള ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഷോർട്ട് ടൈൽ കീവേഡ് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ വാക്കുകൾ ഉണ്ടാകാം. അത് കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന വാക്കുകളായിരിക്കും എന്ത് ചെയ്യുക, ഷോർട്ട് ടൈൽ കീവേഡുകളായിട്ട് ഉണ്ടാവുക. അതിലെ കൺവേർഷൻസ് വളരെ കുറവായിരിക്കും. അപ്പൊ കൃത്യമായി മനസ്സിലാക്കാന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാണ്. അപ്പൊ ഞാൻ ബെസ്റ്റ് ലാപ്ടോപ്സ് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് രണ്ട് വാക്കുകളോളം ബെസ്റ്റ് ലാപ്ടോപ്പ് എന്നുള്ള ഒരു കീവേഡ് യൂസ് ചെയ്തിട്ടുള്ള ധാരാളം വെബ്സൈറ്റുകൾ ഉണ്ടാവും. അപ്പൊ അതില് ഹൈ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ആളുകൾ സെർച്ച് ചെയ്യും എന്ത് ബെസ്റ്റ് ലാപ്ടോപ്സ് എന്നുള്ള ഒരു കീവേഡ്. പക്ഷെ അതിൽ എന്തായിരിക്കും, നമ്മൾ ഒരു വെബ്സൈറ്റ് ഏറ്റവും താഴെയാണെന്നുണ്ടെങ്കിൽ അതില് കൺവേർഷൻ വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നമ്മുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ നമ്മുടെ സർവീസോ എന്ത് ചെയ്യുക, വാങ്ങുക അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് കൺവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കൺവേർഷൻ വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ ആളുകൾ കൂടുതലായിട്ട് സെർച്ച് ചെയ്യും. അതാണ് ഹൈ വോളിയം എന്ന് പറയുന്നത്. പിന്നെ ഒന്നോ രണ്ടോ വാക്കുകൾ ഉണ്ടായിരിക്കുള്ളൂ. അതാണ് ഈ ഒരു ഷോർട്ട് ടൈൽ കീവേഡ് പറയുന്നത്. ലോങ് ടൈൽ കീവേഡ് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നിലധികം വാക്കുകൾ ഉണ്ടാവും. വളരെ സ്പെസിഫിക് ആയിട്ടൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുക. അതേപോലെ തന്നെ വളരെയധികം കൺവേർഷൻ കൂടുകയും ചെയ്യും. അതായത് ബെസ്റ്റ് ബഡ്ജറ്റ് ലാപ്ടോപ്സ് ഫോർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടോ, ഇനി അതിൻ്റെ ഒപ്പം തന്നെ ഇൻ ലെനോവോ സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ടോ എങ്ങനെ ആഡ് ചെയ്തിട്ടും എന്താവുന്നതാണ്, ലോങ് ടൈൽ ആയിട്ടുള്ള എത്ര വാക്കുകൾ വളരെ സ്പെസിഫിക് ആയിട്ടായിരിക്കും ആളുകൾ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മൂന്നിലധികം വാക്കുകൾ ഉണ്ടാകും, സ്പെസിഫിക് ആയിട്ടായിരിക്കും ആളുകൾ സെർച്ച് ചെയ്യുക, അതുപോലെ തന്നെ വളരെയധികം കൺവേർഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ജിയോ ടാർഗറ്റഡ് കീവേഡുകളാണ്. ജിയോ ടാർഗറ്റഡ് കീവേഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൊക്കേഷൻ ബേസ്ഡ് ആയിരിക്കും. അതായത് പിസ്സ ഇൻ ഡൽഹി അല്ലാന്നുണ്ടെങ്കിൽ റൂംസ് ഇൻ കൊച്ചി എന്നുള്ള രൂപത്തിലേക്ക് ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ട് ആളുകൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. പിന്നെ വരുന്നത് ട്രാൻസാക്ഷണൽ ആയിട്ടുള്ള കീവേഡുകളാണ്. അപ്പോൾ ഇതുവരെയുള്ള ഒരു പോയിന്റുകൾ എന്തായാലും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കുക. പിന്നെ ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉള്ളതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനൊരു പ്രാധാന്യം കൊടുക്കുക. ട്രാൻസാക്ഷണൽ കീവേഡുകൾ എന്താണെന്നുള്ളത്, ട്രാൻസാക്ഷൻ കീവേഡുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു സാധനം വാങ്ങണം എന്നുള്ള ഉദ്ദേശം, ഇപ്പൊ നെയ്ക്കിന്റെ ഷൂ വാങ്ങണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാണ്. സ്വാഭാവികം നെയ്ക്കിന്റെ ഷൂസ്, ബൈ നെയ്ക്ക് ഷൂസ് ഇൻ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുന്നു. അപ്പൊ നെയ്ക്കിന്റെ എന്ത് ചെയ്യുന്നു, നെയ്ക്കിയുടെ ഒരു വെബ്സൈറ്റ് കാണുന്നു, ഞാൻ അതിൽ പോകുന്നു, സാധനങ്ങൾ വാങ്ങുന്നു. ആണ് ട്രാൻസാക്ഷണൽ കീവേഡുകൾ എന്നുള്ളത്. പിന്നെ ഇൻഫർമേഷൻ കീവേഡുകളാണ്. ഇൻഫർമേഷൻ കീവേഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന, അതായത് എനിക്ക് വാങ്ങാൻ ഉദ്ദേശമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എന്തായിരിക്കും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അപ്പൊ നമ്മൾക്ക്
ഐഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല, എന്നാലും എന്ത് ചെയ്യുന്നുണ്ടാവും, ഐഫോണിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു സൈറ്റിൽ കൂടെ പോയിട്ട് ഇങ്ങനെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇങ്ങനെ നോക്കുമല്ലോ. അതാണ് ഈ ഇൻഫർമേഷൻ എന്നുള്ളത്. പിന്നെ നാവിഗേഷണൽ വെബ്സൈറ്റുകളാണ്, അതായത് നമ്മൾ ഏത് വെബ്സൈറ്റ് ആണോ ഉപയോഗിക്കേണ്ടത് അത് പോയിട്ട് അവിടെ സെർച്ച് ചെയ്യുക. ആമസോൺ ലോഗിൻ, ഫേസ്ബുക്ക് ലോഗിൻ എന്ന പോലെ. പിന്നെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കീവേഡുകൾ, അതായത് ആഹ്, ഏതെങ്കിലും കൊമേഴ്ഷ്യൽ ഇൻഫർമേഷൻസ് ഉണ്ടാവും. അതായത് നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിലുകളായിട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യുക. അപ്പൊ ഞാൻ മൊബൈൽ സെല് ചെയ്യുന്ന ഒരു മൊബൈൽ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഐഫോണിനെ കുറിച്ചുള്ള ധാരാളം ഡീറ്റെയിലുകൾ, ആർട്ടിക്കിളുകൾ അവിടെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും, അത് ഒന്ന് വായിക്കും. അങ്ങനെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കീവേഡുകൾ എന്നുള്ളത്. അതേപോലെ തന്നെ ആളുകൾ എന്ത് ചെയ്യും, കമ്പാരിസൺ ചെയ്യും. അപ്പൊ അങ്ങനെ കമ്പാരിസൺ ചെയ്യുന്ന ആർട്ടിക്കിൾ പേജുകളിൽ ആഡ് ചെയ്യുമ്പോൾ ആളുകളുടെ ഒരു വെബ്സൈറ്റിന്റെ റാങ്കിങ് ഉയരും എന്നുള്ളതാണ്. അപ്പൊ അതാണ്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് സീഡ് കീവേഡ്, ഷോർട്ട് ടൈൽ കീവേഡ്, ലോങ് ടൈൽ കീവേഡ്, ജിയോ ടാർഗറ്റഡ് കീവേഡുകൾ. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. അതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിന്നെ ട്രാൻസാക്ഷൻ ഇൻഫർമേഷൻ കീവേഡുകൾ എന്തൊക്കെയാന്നുള്ളത് ആ ഒരു നാലെണ്ണം നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതിയാവും. ബാക്കി മുമ്പ് പറഞ്ഞ നാലെണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇമ്പോർട്ടന്റ് ഓഫ് ലോക്കലൈസ്ഡ് കീവേഡ് റിസർച്ച് എന്നുള്ളത്. ലോക്കലൈസ്ഡ് കീവേഡ് നമ്മൾ മേലെ പറഞ്ഞ സാധനം തന്നെ, ജിയോ ടാർഗറ്റ് കീവേഡ് പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ലോക്കലൈസ്ഡ് കീവേഡ് റിസർച്ച് എന്നുള്ളത്. അതായത് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലുള്ള ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ലോക്കലൈസ്ഡ് കീവേഡ് എന്നുള്ളത്. അപ്പോൾ ലോക്കൽ സെർച്ച് റാങ്കിങ്ങിൽ ഇപ്പം ഒരാള് കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനക്ക് ഒരു റൂം വേണമെന്നുണ്ടെങ്കിൽ അവൻ ബെസ്റ്റ് റൂംസ് ഇൻ കൊച്ചി എന്നുള്ള സെർച്ച് ചെയ്യുക, അതായത് ബെസ്റ്റ് റൂംസ് ഇൻ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് നേരെ സെർച്ച് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പൊ നിയർ മീ പറഞ്ഞിട്ടൊക്കെ സെർച്ച് ചെയ്യും. അപ്പോൾ ആളുകൾ ഒരു സ്ഥലത്ത് വന്ന് അങ്ങനെ ചെയ്യുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്നുള്ളത് ആൾക്ക് ആ സർവീസ് വേണം, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് വേണം എന്നുള്ളതാണ്. അപ്പൊ അവര് ആ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ആ സർവീസ് ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ്. അപ്പോ ഇൻക്രീസസ് കൺവേർഷൻ, വളരെയധികം കൺവേർഷൻ ഉണ്ടാകുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ലോക്കൽ കണ്ടന്റുകൾ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്ന വെബ്സൈറ്റുകളായിരിക്കും കൂടുതൽ റാങ്കിങ്ങിൽ ഫസ്റ്റിലേക്ക് എത്തുക. അപ്പോൾ ഈ ഒരു സ്പെസിഫിക് ഓഡിയൻസ്, ഒരു ലൊക്കേഷനിലുള്ള സ്പെസിഫിക് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒന്നാണ് ലോക്കലൈസ്ഡ് കീവേഡ്. അതിൽ ധാരാളം കൺവേർഷൻ ഉണ്ടാകും. അതേപോലെ തന്നെ ലോക്കൽ സെർച്ച് റാങ്കിങ്ങിന് വളരെയധികം ഇമ്പോർട്ടന്റ് ഉള്ള ഒന്നാണ് ഈ ഒരു ലോക്കലൈസ്ഡ് കീവേഡ് റിസർച്ച് എന്നുള്ളത്. പിന്നെ നിങ്ങൾ ഇതിൽ പഠിക്കേണ്ടത്, ഞാൻ പറഞ്ഞു, കൂടുതലായിട്ട് നിങ്ങൾ ഇതിൽ ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾ അധികം സമയം കളയരുത്. കാരണം കുറെ വേർഡുകൾ ഉണ്ടായതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് അതിലുള്ള ക്യാപിലിറ്റി, അതായത് നിങ്ങളുടെ ടൈമും ക്യാപിലിറ്റി നോക്കി നിങ്ങൾക്ക് എത്രയും നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. ഞാൻ പെട്ടെന്ന് റഷ് ചെയ്ത് പഠിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ആവശ്യമില്ലാത്തൊരു മേഖലകളിൽ ധാരാളം ടൈം സ്പെൻഡ് ചെയ്ത്, അതുകൊണ്ടാണ് കൂടുതൽ കുറച്ച് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ആറാമത്തെ ഒന്ന്, 3 ടൂളുകൾ. ഏത് കീവേഡ് റിസർച്ചിന് പറ്റിയിട്ടുള്ള 3 ടൂളുകൾ ഏതൊക്കെയാന്നുള്ളത്. അപ്പോൾ SEM റഷ് നമ്മൾ മുമ്പേ അവിടെ പറഞ്ഞു, വെബ്സൈറ്റ് പേജിന്റെ സ്പീഡ് അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണെന്നുള്ളത്. ഇനി ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കീവേഡ് റിസർച്ചിനും എന്ത് ഉപയോഗിക്കുന്നുണ്ട്, SEM റഷ് എന്നുള്ള ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ടൂൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ കീവേഡ് പ്ലാനർ എന്നുള്ള ഒന്നും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ മൂന്ന് ഗൂഗിളിന്റെ കീവേഡുകൾ പഠിച്ചു, ഇത് ടൂളുകൾ പഠിച്ചു. ഒന്ന് അവിടെ ഗൂഗിൾ അനലിറ്റിക്സിനെ പഠിച്ചു, അതുതന്നെ ഗൂഗിൾ പേജ് സ്പീഡ് പഠിച്ചു. പിന്നെ ഇതാക്കണു ഗൂഗിൾ കീവേഡ് പ്ലാനർ എന്നുള്ള ഒരു ടൂളും പറഞ്ഞു. അപ്പൊ ഈ ഒരു 3 പേര്, ഇപ്പൊ ചിലപ്പോൾ നെയിം 3 ടൂൾസ് അല്ലെങ്കിൽ എനി ടു ടൂൾസ് ടു യൂസ് ഫോർ കീവേഡ് റിസർച്ച് എന്നായിരിക്കും ചോദിക്കുക. ഏതെങ്കിലും 2 കീവേഡുകൾ ടൂളുകൾ മെൻഷൻ ചെയ്യാനായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അതിന് ഓർമ്മയിൽ ഈ പേരുകൾ വരിക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്.